നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെണ്ണിക്കഴകം നേതാവും സിനിമാ താരവുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ചു. ഇതിൽ നിന്ന് 9 കുട്ടികളും 17 സ്ത്രീകളും ഉൾപ്പെടുന്നു. 29 പേരെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കുഴഞ്ഞു വീണ കുട്ടികളടക്കം 117 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റവരിൽ 9 പോലീസുകാരുമുണ്ട്. വാർത്തകൾ വിശദമായി. കരൂരിൽ ഇന്നലെ നടന്ന പരിപാടിയിൽ വിജയ് എത്തുമെന്നറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം നിയന്ത്രണാതീതമായാണ് ദുരന്തത്തിന് കാരണമായത്. ഉച്ചയോടെ വിജയ് കരൂരിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും താരം സ്ഥലത്തെത്താൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വൈകി. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പും കനത്ത ചൂടും കാരണം ജനക്കൂട്ടത്തിൽ പലരും തളർന്നു വീഴാൻ തുടങ്ങിയിരുന്നു. വിജയ് എത്തിയോടെ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വാഹനത്തിന് അടുത്തേക്ക് എത്താൻ ആളുകൾ ശ്രമം നടത്തിയോടെ നിരവധി ആളുകൾ തെന്നി വീണു. ആളുകൾ കൂട്ടത്തോടെ വീണതോടെ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. സ്ഥലത്തെത്തിയ ആംബുലൻസുകൾക്ക് കനത്ത ജനക്കൂട്ടം കാരണം പരിക്കേറ്റവരുടെ അടുത്തേക്ക് എത്താനും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തടസ്സം നേരിട്ടത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി. കരൂർ ദുരന്തത്തിലെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തി. കരൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തിയത്. കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിൽ എത്തിയാണ് സ്റ്റാലിൻ മൃതദേഹങ്ങൾക്ക് ആദരം അർപ്പിച്ചത്. പരിക്കേറ്റ ചികിത്സയുള്ളവരെ അദ്ദേഹം സന്ദർശിച്ചു. അതേസമയം 1000-ഓളം പേർക്ക് പരിക്കുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. കരൂരിൽ സംഭവിച്ചത് വിവരിക്കാനാവാത്ത ദുരന്തമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിനിടയിൽ പാടില്ലാത്ത ദുരന്തമാണ് നടന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു. ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് അരുണ ജഗദീശൻ മേധാവിയായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിന് ശേഷം ഉചിതമായ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാണ്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. പരിക്കേറ്റ് ചികിത്സയുള്ളവർക്ക് 1 ലക്ഷം രൂപയും നൽകും. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചെന്നൈയിലുള്ള മറ്റ് മന്ത്രിമാരും ചേർന്ന് അടിയന്തര യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കരൂർ ദുരന്തത്തിൽ പ്രതികരിച്ച് തമിഴക വെണ്ണിക്കഴകം അധ്യക്ഷൻ വിജയ് തൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്നും തനിക്കിത് താങ്ങാൻ കഴിയുന്നതിലും അല്ലെന്നും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും വിജയ് എക്സിൽ കുറിച്ചു. അപകടം നടന്നതിന് പിന്നാലെ ഒന്നും പ്രതികരിക്കാതെ വിജയ് ട്രിച്ചി വഴി ചെന്നൈയിലേക്ക് മടങ്ങിയിരുന്നു. കരൂർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. നടൻ രജനികാന്തും നടൻ മക്കൾ നീതം മയ്യം നേതാവുമായ കമൽ ഹാസനും നടൻ BJP നേതാവുമായ ഖുശ്ബുവും ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം. നാളെ മുതൽ അടുത്ത മാസം 14 വരെ അപേക്ഷ നൽകാം. എല്ലാ വോട്ടർമാർക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജാൻ അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി കരട് പട്ടിക നാളെ പുറത്തിറക്കും. ഈ മാസം ആദ്യം ഇറക്കിയ പുതുക്കിയ പട്ടികയാണ് കരട് പട്ടികയായി പ്രസിദ്ധീകരിക്കുന്ന എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ടാണ് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 20 പ്രസിദ്ധീകരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിൻ്റെ വക 1000 രൂപ ഗ്രാൻഡായി നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. ജനപങ്കാളിത്തോടുകൂടി പരാതി രഹിതമായി കലോത്സവം സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും താമസം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം കൃത്യമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിൽ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തൃശൂർ അതിരൂപത വിദ്യാഭ്യാസ ജാഗ്രതാ സമിതി യോഗം ചേർന്ന ശേഷമാണ് പ്രതികരണം. NSS മാനേജ്മെൻറ്റ് മാത്രമാണ് ഭിന്നശേഷി സംബന്ധമായ നിയമങ്ങൾ പാലിക്കുന്നതാണ് മന്ത്രിയുടെ പ്രഖ്യാപനം സത്യവിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ NSSന് ലഭിച്ച സുപ്രീം കോടതി വിധിക്ക് സമാനമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കൺസോർഷ്യം നേടിയിട്ടുണ്ടെന്നും ഇതെല്ലാം മറച്ചുവെച്ചുള്ള മന്ത്രിയുടെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും യോഗം വിലയിരുത്തി. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ പാലിച്ചു പോരുന്നുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. കണ്ണൂരിൽ PSC പരീക്ഷയിൽ കോപ്പിയടി. ക്യാമറയും ബ്ലൂടൂത്തും ഹെഡ്സെറ്റും ഉപയോഗിച്ചാണ് കോപ്പിയടിച്ചത്. സംഭവത്തിൽ കണ്ണൂർ പെരളശ്ശേരി സ്വദേശി മുഹമ്മദ് സാദ് അറസ്റ്റിലായി. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടയിലായിരുന്നു കോപ്പിയടി നടന്നത്. കോപ്പിയടിക്കുന്നതിനിടെയാണ് മുഹമ്മദ് സാദ് പിടിയിലായി. ഇയാൾ നേരത്തെ PSCയുടെ 5 പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഈ പരീക്ഷകളിലും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുമുണ്ട്. സമദൂരത്തിലെ ശരിദൂരമാണ് NSSൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇന്നലത്തെ നടന്ന പ്രതിനിധി സഭാ യോഗത്തിലെ നിലപാട് വ്യക്തമാക്കിയ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ വീണ്ടും വ്യാപക പോസ്റ്റുകൾ. പത്തനംതിട്ടയിലും
തിരുവനന്തപുരത്തുമാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചത്. പത്തനംതിട്ട കരഞ്ഞൂർ NSS കരയോഗങ്ങൾ കെട്ടുകൾക്ക് മുന്നിലാണ് പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത്. ഇന്നത്തെ പ്രതിനിധി സഭാ യോഗ തീരുമാനത്തിലൂടെ അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് പോസ്റ്റിലെ ആക്ഷേപം. ശബരിമലയുമായി ബന്ധപ്പെട്ട NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ പരാമർശത്തിൽ NSS നേതൃത്വത്തിനെതിരെ കൊല്ലം ശാസ്താംകോട്ട വേങ്ങയിലും ബാനർ ഉയർന്നു. സമുദായത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമയത്ത് നാണക്കേടാണെന്നും ബാനറിലെ വാചകം. NSS കരയോഗ ഓഫീസിന് മുന്നിലാണ് ബാനർ കെട്ടിയത്. വേങ്ങയിലെ NSS അനുഭാവികളിലാണ് ബാനറിലെ പരാമർശം. CPM നേതാവ് KJ ഷൈൻ്റെ പരാതിയിലെടുത്ത കേസിൽ അനാവശ്യ തിടുക്കം കാണിച്ചെന്ന വിമർശനം ഉയർന്നതോടെ വെട്ടിലായി പോലീസ്. KM ഷാജഹാൻ്റെ അറസ്റ്റ് ചെയ്തതിൽ കോടതി ഉൾപ്പെടെ എതിരായതോടെ അന്വേഷണ സംഘം ഇന്ന് യോഗം വിളിച്ച് സമരത്തിന് വഴങ്ങി മുന്നോട്ട് പോകേണ്ടെന്നും തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മതി തുടർ നടപടികളെന്നും വിലയിരുത്തലാണ് ഉദ്യോഗസ്ഥർ. മാതാ അമൃതാനന്ദമയിയെ കണ്ടൽ വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. അമ്മയെ ചുംബിച്ചതിൽ എന്താണ് തെറ്റെന്ന് മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു. മാതാ അമൃതാനന്ദമയി ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും മാതാ അമൃതാനന്ദമയി ലോകം ആദരിക്കുന്ന അമ്മയാണെന്നും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണെന്നും അതാണ് സർക്കാർ ചെയ്തതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. LDF മതങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മതഭ്രാന്തിനൊപ്പം അല്ലെന്നും ബിനോയ് വിശ്വം. യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന നിലപാടാണ് LDFനുള്ളത്. എന്നാൽ മതഭ്രാന്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമൃതാനന്ദമയിയെ അശ്ലീല സംഭവത്തിൽ സജി ചെറിയാൻ ചിത്രം കണ്ടിട്ടില്ലെന്നും അത് സജി ചെറിയാനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയിൽ BJPക്കുള്ളിൽ തർക്കം. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്ന് സുരേഷ് ഗോപി ആവർത്തിക്കുന്നതിനിടെ കേന്ദ്ര നിയമം അനുസരിച്ച് മാത്രമായിരിക്കും എയിംസ് അനുവദിക്കുകയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് BJP നേതാവ് MD രമേശ്. സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ആവശ്യങ്ങളുമാണെന്നും ഓരോ നേതാക്കളും അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് ആവശ്യപ്പെടുമെന്നും MD രമേശ് കൂട്ടിച്ചേർത്തു. മനുഷ്യ വന്യജീവ സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 404 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കണക്കുകൾ. അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാമെന്ന് സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണിത്. കഴിഞ്ഞ മാസം മാത്രം 67 പന്നികളെയാണ് ലൈസൻസുള്ള ഷൂട്ടർമാർ വെടിവെച്ച് കൊന്നതെന്ന് കണക്കുകൾ പറയുന്നു. തൃശൂർ കണിമംഗലത്ത് മോഷണശ്രമത്തിനിടെ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കോടതി. ഒന്നാം പ്രതി 19 വർഷം തടവും രണ്ടാം പ്രതിക്ക് 14 വർഷവും തടവുമാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻ കോടതി വിധിച്ചത്. ഓപ്പറേഷൻ നുങ്കൂർ പരിശോധനയുടെ ഭാഗമായി നടൻ ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥതയുള്ള വാഹനം കസ്റ്റംസ് കണ്ടെത്തി. കൊച്ചിയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ദുൽഖർ സൽമാൻ്റെ നിസാൻ പെട്രോൾ കാർ കസ്റ്റംസ് കണ്ടെത്തിയ. രേഖകൾ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമി എന്നുള്ളതാണ്. ഹിമാചൽ സ്വദേശിനാണ് ദുൽഖർ വാഹനം വാങ്ങിയെന്നാണ് രേഖ. ദുൽഖറിൻ്റെ 2 ലാൻഡ് റോവറുകളും വാഹനങ്ങളും 2 നിസാൻ പെട്രോൾ വാഹനങ്ങളുമാണ് കസ്റ്റംസിൻ്റെ സംശയ നിഴലിൽ ഉള്ളത്. റേഷൻ ഡിപ്പോ കൈക്കൂലി കേസിൽ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലിനെതിരെ അടൂർ പ്രകാശ് MP സുപ്രീം കോടതിയെ സമീപിച്ചു. 475 ദിവസം വൈകി നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കേരള ഹൈക്കോടതി നടപടിക്കെതിരെയാണ് അടൂർ പ്രകാശ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അടൂർ പ്രകാശിനെ കോഴിക്കോട് വിജിലൻസ് കോടതി കേസിലെ പ്രതിപട്ടികയിൽ നേരത്തെ ഒഴിവാക്കിയിരുന്നു. അപ്പീൽ വൈകിയതിൽ സർക്കാരിന് കൃത്യമായ വിശദീകരണം നൽകാനായി ഇല്ലെന്നും അടൂർ പ്രകാശ് അപ്പീലിൽ പറയുന്നു. കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട UDFും LDFും തമ്മിലുള്ള ക്രെഡിറ്റ് തർക്കം മുറുകുന്നു. NSSുമായി മധ്യസ്ഥ ചർച്ചയ്ക്കിടെ ലീഗ് തയ്യാറാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. NSS വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും UDFിനെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യണോ അത് മുസ്ലിം ലീഗ് ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യൻ്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2006 മെയ് മാസത്തിലാണ് കൊലപാതകം നടന്നത്. ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു പള്ളിപ്പുറത്തെ വീടിൻ്റെ പലഭാഗങ്ങളിലായി കുഴിച്ചിട്ട് പഴകിയെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു. അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി സംസ്കരിച്ചുവെന്നും സെബാസ്റ്റ്യൻ പോലീസിനോട് വെളിപ്പെടുത്തി. ബിന്ദുവിൻ്റെ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. കൊല്ലത്തെ സ്വകാര്യ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ അമൽ ശങ്കറിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ദുരൂഹതകളുണ്ടെന്ന് കുടുംബം. ഭർത്താവിനോടൊപ്പം സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായിരുന്ന വ്യക്തിയാണ് അമൽ ശങ്കറിൻ്റെ ആത്മഹത്യ കാരണമെന്ന് ഭാര്യ രേഖ കുമാരി ആരോപിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.